നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ആവേശത്തോടെ വിധിയെഴുതിയപ്പോൾ അതിൽ പങ്കാളികളാകാൻ കഴിയാത്തതിന്റെ നിരാശയിലാണ് വലിയൊരു വിഭാഗം പ്രവാസികൾ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്നുള്ള അനിശ്ചിതാവസ്ഥയും അമിതമായ വിമാന ടിക്കറ്റ് നിരക്ക് മൂലം സ്ഥിരമായി വോട്ട് ചെയ്യാൻ പോയിരുന്ന പലർക്കും ഇത്തവണ അതിന് സാധിച്ചില്ല. ഭീമമായ തുക നൽകാൻ കഴിയാത്തതിനാൽ വിവിധ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ചാർട്ടേഡ് വിമാനങ്ങളും ഇത്തവണ ഉണ്ടായിരുന്നില്ല. എങ്കിലും മനസ്സുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ ആഘോഷമാക്കുകയായിരുന്നു ഓരോ പ്രവാസിയും. ഒമാനിൽ നിന്നുള്ള പ്രവാസികളുടെ പ്രതികരണത്തിലേക്കാണ് ആദ്യം. നാട്ടിൽ പോയി നമ്മുടെ ഈ അവകാശം രേഖപ്പെടുത്താനുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാട്ടിൽ പോകാനുള്ള സാഹചര്യം വളരെ വിരളാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ്, അതുപോലെ തന്നെ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ തിരിച്ചെത്താൻ പറ്റുമോ എന്നുള്ള ആശങ്കയൊക്കെ എല്ലാ പ്രവാസികൾക്കും ഉണ്ട്. ടിക്കറ്റ് പ്രൈസും എല്ലാം കൂടിയതുകൊണ്ടും ഇവിടുത്തെ പ്രശ്നങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. നാട്ടിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ വോട്ട് ചെയ്യാമായിരുന്നു. എൻ്റെ വോട്ടവകാശം വിനിയോഗിക്കാൻ പറ്റാത്ത രീതിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴത്തെ ടിക്കറ്റ് നിരക്കും ഉള്ള കാര്യങ്ങളിൽ നാട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. എനിക്കത് വളരെ ദുഃഖമുണ്ട്. ഇപ്രാവശ്യം യുദ്ധവും പിന്നെ ഫയറും എല്ലാം കൊണ്ട് ഒന്നും നടന്നു. ഇപ്രാവശ്യം എനിക്ക് വളരെ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു വോട്ട് ചെയ്യാനുള്ള. അതിനുള്ള സാഹചര്യം ഒത്തു വന്നില്ല. അതാണ് പോകാൻ പറ്റിയിട്ടില്ല. അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്നുള്ള ഒരു ഇത്. നാട്ടിൽ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രവാസികളായ നമുക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ വർദ്ധിച്ചു വരുന്ന വിമാനയാത്രാക്കൂലി തന്നെയാണ്. മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം, അതുപോലെ തന്നെ അതിൻ്റെ ഫലമായി ഉണ്ടായിരുന്ന ഭീമമായ വിമാനയാത്രാക്കൂലി ഉൾപ്പെടെയുള്ളത് പല പ്രവാസികളെയും നാട്ടിലേക്ക് പോകുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്.